ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽ മഞ്ഞിൽ കാഴ്ചപരിധി 0-ലെത്തി. മൂടൽമഞ്ഞ് കനത്തതോടെ റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തണുപ്പിനും മൂടൽമഞ്ഞിനും ഒപ്പം ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷമാണ്. വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, കനത്ത തണുപ്പാണ്, മൂടൽമഞ്ഞാണെന്ന് ജിഷ്ണു നിൽക്കുന്ന ഇടത്തേക്ക് നോക്കിയാൽ തന്നെ വ്യക്തവുമാണ്. പക്ഷേ അതേസമയം അവിടെ വായുമലിനീകരണവും രൂക്ഷമാണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഡൽഹി തണുത്തു വിറയ്ക്കുന്നു. കൃഷ്ണാജി, ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ച ശക്തമായതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ഉയർന്ന മേഖലകളിൽ പകൽ സമയങ്ങളിൽ -ഡിഗ്രിയിലേക്ക് താപനില എത്തുന്നു. ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാത്രികാലങ്ങൾ -ഡിഗ്രിയാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഒപ്പം കനത്ത മൂടൽമഞ്ഞ് റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി വിമാനത്താവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. നിരവധി സർവീസുകൾ വൈകിയോടുന്നു. ട്രെയിൻ സർവീസുകളെയും സാരമായി ബാധിച്ചു. ഒപ്പം രാത്രിയിലും ഈ രാവിലെ സമയത്തും റോഡ് ഗതാഗതത്തെയും ഈ കനത്ത മൂടൽമഞ്ഞ് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കാഴ്ച പരിധി 0-ലേക്ക് എത്തുകയാണ്. കനത്ത മൂടൽമഞ്ഞ് കാരണം അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ കഴിയാത്തൊരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ റോഡ് വഴിയുള്ള ഗതാഗതവും വളരെ അപകടം നിറഞ്ഞതാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു സാഹചര്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം യമുന എക്സ്പ്രസ് വേയിൽ ഉണ്ടായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള അപകടം നമുക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കാനാണ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ ഈ ഒരു കാലാവസ്ഥ ആസ്വദിക്കുന്നതിനായി വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അത്തരം യാത്രകളിൽ അപകടം ഒഴിവാക്കുന്നതിന് ഉയർന്ന മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ അധികൃതരുടെ നിർദ്ദേശം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളും പരിശോധിച്ച് യാത്ര ചെയ്യണമെന്നും മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിലേക്ക് പോകരുത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ സോജില പാസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ അധികൃതർ നൽകിയിട്ടുണ്ട്. ഒപ്പം ഡൽഹിയെ സംബന്ധിച്ച് കനത്ത തണുപ്പിനൊപ്പം തന്നെ വായുമലിനീകരണവും രൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിലാണ് തുടരുന്നത്. പുകമഞ്ഞ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതിനാൽ തന്നെ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിൽ കനത്ത നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി സർക്കാർ കൊണ്ടുവന്നിരുന്നു. വാഹനങ്ങൾക്ക് ഈ മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, പുക സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വാഹനങ്ങൾക്കും ഇനി മുതൽ ഇന്ധനം നൽകില്ല. കൂടാതെ BS6 എഞ്ചിന് താഴെയുള്ള ഒരു വാഹനത്തിനും രാജ്യതലസ്ഥാനത്തേക്ക് പ്രവേശനമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യമാണ്, കൊടും തണുപ്പാണ്. മാത്രമല്ല ഡൽഹിയിൽ വായുമലിനീകരണവും രൂക്ഷമാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം.